നമ്മുടെ ലാലേട്ടന്റെ ഒപ്പത്തിനൊപ്പം കട്ടയ്ക്ക് നിന്ന ആ വില്ലന്റെ കഥയാണിത്. ഇത് എന്റെ കഥയാണ്. മലയാള സിനിമയിൽ നാം അനേകം ക്രൂരന്മാരായ വില്ലന്മാരെ കണ്ടിട്ടുണ്ട്. എന്നാൽ ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുന്ന ഒരു വില്ലനെ ഫസ്റ്റ് ടൈം ആകും കാണുന്നത്. തുടക്കം ഇത്രയ്ക്ക് ഗംഭീരമാക്കിയ ആ വില്ലന്റെ പേരാണ് പ്രകാശ് വർമ്മ. ഒരു ആലപ്പുഴക്കാരനായ ഇദ്ദേഹം ഒരു നടൻ മാത്രമല്ല, ഒരു ഫേമസ് പരസ്യചിത്ര സംവിധായകൻ കൂടിയാണ്. നമ്മുടെ ഹൃദയത്തിൽ തട്ടി ഓർമ്മകളായി നിൽക്കുന്ന ചില പരസ്യങ്ങൾ ഇദ്ദേഹത്തിന്റെ സംഭാവനകളാണ്. അവയിൽ ഒരിക്കലും മറക്കാൻ ഇടയില്ലാത്ത ചില പരസ്യങ്ങൾ ഇവയൊക്കെയാണ്. കാൻസ് ലയൺ ആൻഡ് സ്പൈക്ക് ഏഷ്യ എന്നീ നിരവധി അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഒരു പരസ്യം കൂടിയായിരുന്നു ഇത്. ഒരു പക്ഷേ പഗ് എന്നൊരു പട്ടിക്കുട്ടി ഉണ്ടെന്ന് നാം ആദ്യമായി അറിയുന്നത് ഈ ഒരു പരസ്യത്തിലൂടെ ആയിരിക്കും. ഇതുകൂടാതെ മറ്റു ചില ഫേമസ് കമ്പനികൾക്ക് വേണ്ടിയും ഇദ്ദേഹം പരസ്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അവയിൽ ചില കമ്പനികളാണ് ആമസോൺ, നെറ്റ്ഫ്ലിക്സ്, കൊക്കക്കോള, खुद को जगा एक ठंडा लगा कोका कोला, നോക്കിയ, പെപ്സി, വാട്സ്ആപ്പ്, ബ്രിട്ടീഷ് എയർവേസ് മുതലായവ. गाड़ी खराब हो गई है. ഈ ഒരു പരസ്യം കാണുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സിനിമ ഓർമ്മ വരുന്നുണ്ടോ എന്നൊന്ന് നോക്കൂ. നിങ്ങൾ അറിഞ്ഞാൽ ഞെട്ടാൻ സാധ്യതയുള്ള ഒരു കാര്യം കൂടി പറയട്ടെ. ഈ ഒരു പരസ്യത്തിൽ നിന്നും ഇൻസ്പയർ ചെയ്താണ് ലിജോ നൻപകൽ നേരത്ത് മയക്കം എന്ന ചിത്രത്തിന്റെ കഥ എഴുതിയിട്ടുള്ളത്. This film was done many years ago. I think Lijo did a fabulous job. It's just holding people for more than 2 hours, 2.5 hours. 170ഓളം പരസ്യങ്ങൾ സംവിധാനം ചെയ്ത ഇദ്ദേഹം 2011 എക്കണോമിക് ടൈംസ് ഇന്ത്യയിലെ നമ്പർ 1 പരസ്യ കമ്പനിയായി സെലക്ട് ചെയ്ത നിർവാണ ഫിലിംസിന്റെ സ്ഥാപകൻ കൂടിയാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇദ്ദേഹത്തിന് എന്നും താല്പര്യം സിനിമ തന്നെയായിരുന്നു. ഞാൻ ശരിക്കും സിനിമാക്കാരനാ, ഞാൻ ശരിക്കും പരസ്യമല്ല സത്യത്തിൽ. ഞാൻ ഈ ഒരു ആഗ്രഹം മൂലം പ്രകാശ് വർമ്മ ചാൻസ് ചോദിക്കാത്ത ഡയറക്ടേഴ്സ് വളരെ വിരളമാണ്. മിക്കവാറും എല്ലാവരും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഭാരതൻ സാറിനെ കണ്ടിട്ടുണ്ട്, സത്യനന്ദിക സാറിനെ കണ്ടിട്ടുണ്ട്, ഫാസിൽ സാറിനെ കണ്ടിട്ടുണ്ട്, ലൂയിസ് സാറിനെ ഇടയ്ക്കിടയ്ക്ക് പോയി കാണുമായിരുന്നു. നമ്മുടെ ശ്രീനിയേട്ടൻ പറഞ്ഞതുപോലെ ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ. പ്രകാശ് വർമ്മയുടെ സമയമായിരുന്നു തുടരും. ഈ കഥയിലെ നായകൻ ഈ ജോർജ് സാറാണ്. ലോഹിതദാസിനെയും വിജി തമ്പിയെയും പിന്തുടർന്ന് സിനിമയിലേക്ക് ചുവട് വെച്ചെങ്കിലും അത് ശരിയാവാത്തത് മൂലം 1.5 വർഷം ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിലാണ് ഇദ്ദേഹം ജോലി ചെയ്തത്. ഞാൻ ആദ്യം എനിക്ക് ജോലി ടോറൻറ്റ് ഫാർമസ്യൂട്ടിക്കൽസിലായിരുന്നു. 1.5 വർഷം അവിടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫൈസറിൽ ജോയിൻ ചെയ്തു. പിന്നീട് VK പ്രകാശിനെ അസിസ്റ്റ് ചെയ്തായിരുന്നു പ്രകാശ് വർമ്മയുടെ പരസ്യലോകത്തെ തുടക്കം. അഡ്വർടൈസിങ് സ്റ്റേജിൽ VK പ്രകാശ്, ട്രെൻഡ്സ് ആഡ് ഫിലിംസ് എന്നുണ്ട്. VK പ്രകാശ്, NP പ്രകാശ് എന്ന് പറഞ്ഞ 2 പേരുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും പ്രകാശ് വർമ്മയ്ക്ക് മലയാള ചിത്രവുമായി ചില ബന്ധങ്ങളുണ്ട്. ഇദ്ദേഹത്തിന്റെ അച്ഛന്റെ സഹോദരനായിരുന്നു നടൻ ജഗന്നാഥ വർമ്മ. എൻ്റെ ഫാദറിൻ്റെ ബ്രദർ വാസ് ഓൾസോ ആൻ ആക്ടർ. അദ്ദേഹത്തിൻ്റെ പേര് ജഗന്നാഥ വർമ്മ എന്നാണ്. എൻ്റെ കസിൻ ഗോട്ട് മാരീഡ് ടു ഫിൽം മേക്കർ വിജി തമ്പി. കൂടാതെ 2013 7 സുന്ദര രാത്രികൾ എന്നൊരു ദിലീപ് ചിത്രവും നിർമ്മിച്ചിട്ടുണ്ട് പ്രകാശ്. ഇദ്ദേഹത്തെ പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള അഭിമുഖങ്ങൾ കണ്ടാൽ മതി.
തുടരും കണ്ടവരാണ് നിങ്ങളെങ്കിൽ ജോർജ് സാറിന് 10-ൽ എത്ര മാർക്ക് കൊടുക്കും? ഇനിയും തുടരും കാണാതെ ഇരിക്കുകയാണോ നിങ്ങൾ? അതൊന്ന് കണ്ടതിന് ശേഷം ജോർജ് സാറിന്റെ ഈ ക്രൂരതയ്ക്ക് നിങ്ങൾ കൊടുക്കുന്ന മാർക്ക് കമന്റിലൂടെ അറിയിക്കൂ. ഇനിയും ജോർജ് മാത്തിനെ പോലുള്ള തകർപ്പൻ കഥാപാത്രങ്ങളുമായി പ്രകാശ് വർമ്മ മലയാള സിനിമയിൽ തുടരട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു. ഗുഡ് ബൈ.